ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മഹാലക്ഷ്മി ഒരമ്മയാവാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ കരുണയുടെ ആ ഒരു ദുരന്താവസ്ഥ ആലോചിച്ചിട്ട് ഇപ്പോഴും സങ്കടം തന്നെയാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? കരുണയുടെ ഓരോ ദുഷ്ടമായ ചിന്തകൾ കൊണ്ടാണ് ഇപ്പോൾ കരുണയ്ക്ക് ഈ ഒരു അവസ്ഥ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് ആശ്വസിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ള കാര്യം മഹാലക്ഷ്മിയോട് സ്വയം പറയുന്ന സന്തോഷം നമ്മുടെ കണ്ണന് നല്ല പോലെ ഉണ്ട്. നല്ല കണ്ണനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും അതിന് എന്താണോ ആവശ്യം അതൊക്കെ നമ്മുടെ കണ്ണൻ വാങ്ങിച്ചിട്ട് തരികയാണ് ചെയ്യുന്നത് തന്നെ. മഹാലക്ഷ്മിക്ക് അതിൽ ഏറെ സന്തോഷവും ഉണ്ടാവുന്നുണ്ട്. മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്, ഒരിക്കലും നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട മഹാലക്ഷ്മി. കരുണയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. എന്തായാലും കുഞ്ഞ് ഇനി ജനിക്കില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ. കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നല്ലേ, അത് അതിൻ്റെ വിധിയായിരിക്കും. നമുക്ക് അതങ്ങനെ ആശ്വസിക്കാം. അല്ലാതെ നീ ഇങ്ങനെ 24 മണിക്കൂറും അവളുടെ കുഞ്ഞിനെ ഓർത്തിങ്ങനെ കരഞ്ഞാൽ നമ്മുടെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചാലോ മഹാലക്ഷ്മി, നീ നല്ലപോലെ ആഹാരം കഴിക്കണം. ഞാനിതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കരുണയും ദുർഗയും എത്തുന്നത്. ദുർഗയ്ക്കാണെങ്കിൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി നമ്മുടെ കണ്ണനുമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് നീ നിൻ്റെ കുഞ്ഞിനെ വളർത്താമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. എന്തായാലും നിൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലും എന്നൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാനൊരിക്കലും നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല. നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വെച്ച ആ കെണിയിൽ നീയാണ് വന്ന് പെട്ടത്. അതുകൊണ്ടാണ് ആ കുഞ്ഞു ജീവൻ ഇന്ന് നിൻ്റെ വയറ്റിൽ ഇല്ലാതായത്. അതിന് നീ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പാടില്ല കരുണേ. നീ അത്ര മോശമൊന്നും ചെയ്യാൻ പാടില്ല. നിന്നോട് എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണ ഇങ്ങനെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് അങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പുറകെ ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട്. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ മോളെ? അവളുടെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അതിൽ ഒരു സംശയമില്ല. അവളുടെ കുഞ്ഞിനെ എന്തായാലും ഞാൻ ഇല്ലാതാക്കും. കാരണം എനിക്ക് ആ കുഞ്ഞിനോട് അത്രയും വെറുപ്പുണ്ട്. അവളോടുള്ള വെറുപ്പ് അതിനേക്കാളും കൂടുതലാണ് അവളുടെ കുഞ്ഞിനോട്. എൻ്റെ കുഞ്ഞ് ജനിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ മറ്റാരുടെയും കുഞ്ഞ് ഇവിടെ ജനിക്കേണ്ട എന്നൊക്കെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പ്രാന്തിയെപ്പോലെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. കാരണം കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേങ്കിൽ ദുർഗയ്ക്കൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മി ഒരമ്മയാവാൻ പോകുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ മഞ്ജുവും അമ്മയാവാൻ പോകുന്നത്. ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിലേക്ക് മഞ്ജുവും പിന്നെ നമ്മുടെ സ്വന്തം മാർക്കോയും എത്തുന്നുണ്ട്. നമ്മുടെ മാർക്കോയാണ് നമ്മുടെ മഞ്ജുവിനെ വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നത്. അതൊക്കെ വലിയ വലിയ ബമ്പൻ ട്വിസ്റ്റായിട്ട് നമുക്ക് എന്തായാലും കാണാൻ കഴിയും കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഇതൊക്കെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. മഞ്ജു വന്നതും മാർക്കോ അവിടെ വന്നതും ഒക്കെ കാണുന്നുണ്ട്. ദുർഗയൊക്കെ ആണെങ്കിൽ മഞ്ജുവിൻ്റെ അരികിലേക്ക് പോയതേ ഇല്ല. മഹാലക്ഷ്മിയും കണ്ണനുമാണ് മഞ്ജുവിനെയും മാർക്കോയെയും അകത്തേക്ക് ക്ഷണിച്ചതൊക്കെ. അങ്ങനെ മാർക്കോയോട് എന്താടാ പുതിയ വിശേഷം വല്ലതും ഉണ്ടോ? എന്താ ഒന്നും മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മാർക്കോയോട് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല കണ്ണൻ സാറേ, എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയോട്, എന്താടാ ഇപ്പോഴും ഈ സാർവിളി നീ നിർത്താറായില്ലേ? എൻ്റെ മഞ്ജുവിൻ്റെ ഭർത്താവാണ് നീ ഇപ്പം. അതിൻ്റേതായിട്ടുള്ള ഇതൊന്നും നീ കാണിച്ചാൽ മതി, അല്ലാതെ സാറ് വിളിയൊന്നും നമുക്കിടയിൽ വേണ്ടടാ എന്നൊക്കെ മാർക്കോയോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു ഇങ്ങനെ മഹാലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. ഏട്ടത്തി, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഏട്ടത്തിയുടെ കൂടെ ഒരു കുഞ്ഞ് പെറുക്കാൻ പോവുകയാണ് എനിക്കും. കാരണം ഞാനും ഒരു അമ്മയാവാൻ പോവുകയാണ് ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നമ്മുടെ മാർക്കോയുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് നമ്മുടെ കണ്ണനോടൊക്കെ നമ്മുടെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കമലേശ്വരം വീട്ടിൽ നടക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മഹാലക്ഷ്മി ഗർഭിണിയാണ്, ഇനിയിപ്പോൾ മഞ്ജു ഗർഭിണി ആവുന്നുണ്ടോ, അങ്ങനെ എല്ലാവരും സന്തോഷമാണ്. പക്ഷേങ്കിൽ ഇതൊന്നും അങ്ങനെ തീരെ അങ്ങ് ദഹിക്കാത്തത് നമ്മുടെ കരുണയ്ക്ക് തന്നെയാണ്.
ഇനിയിപ്പോൾ എന്തായാലും കരുണയ്ക്ക് ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള കാര്യം കരുണയ്ക്ക് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ കരുണയുടെ ആ കുഞ്ഞിൻ്റെ സ്ഥാനമൊക്കെ പോയി. ആദ്യമായിട്ട് അവിടെ ഗർഭിണിയായത് നമ്മുടെ കരുണ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ കരുണയ്ക്ക് ഇപ്പം യാതൊരു വിലയും ഇല്ല, ഒരു ഇതുമില്ല. ആ കുഞ്ഞ് പോയതുടൻ തന്നെ നമ്മുടെ ഉണ്ണിക്ക് കരുണയെ അത്ര ഇഷ്ടമല്ല ഇപ്പം. കാരണം കരുണയുടെ ആ ഒരു ചെറിയ പിടിവാശികൾ കാരണം കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ഇല്ലാതാവാനും കരുണ ഇനി ഗർഭിണിയാവാതിരിക്കാനുള്ള ഒക്കെ കാര്യങ്ങൾ, അതായത് അങ്ങനെ നമ്മുടെ മഞ്ജുവും മാർക്കും ഒക്കെ പറയുന്നുണ്ട്, അതേ കണ്ടേട്ടാ ഞാനൊരു അമ്മയാവാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ. മാർക്ക് വന്ന ഉടനെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആകെ മൊത്തം സന്തോഷമായി മാറി നിറഞ്ഞിരിക്കുകയാണ്. ബാക്കി രണ്ടുപേരും എന്നെ ഒരുപാട് പറ്റിച്ചു വഞ്ചിച്ചതേ ഉള്ളൂ. അവരുടെയൊക്കെ സ്നേഹം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ എൻ്റെ മാർക്കുമാണ് എന്നെ സ്നേഹിക്കുന്നതെന്നൊക്കെ എല്ലാവരുടെ മുമ്പിൽ നിന്നും പറയുന്നുണ്ട്. നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ആണെങ്കിൽ മാർക്കോയാണ് നമ്മുടെ മഞ്ജുവിനെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം മാർക്കോ എന്താണ് ഏതാണെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ ജീവിതം മാർക്കോയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷമാണെങ്കിലും നമ്മുടെ കരുണ ഉണ്ണിയോടൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തോടെ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. നമ്മുടെ കുഞ്ഞായിരുന്നു ഇപ്പോൾ ഇവിടെ കമലേശ്വരം വീടിൻ്റെ അവകാശിയാവാൻ വേണ്ടി പോകുന്നത്. പക്ഷെങ്കിൽ അത് നീയാണ് ഇല്ലാതാക്കിയത് കരുണെ. നിൻ്റെ വാശി, നിൻ്റെ എല്ലാം കാരണമാണ് ആ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെട്ടത്. ഇനി ഒരിക്കലും നീ ഒരു അമ്മയാവില്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ മറുവശത്ത് ഉണ്ണിക്ക് ഭയങ്കര സങ്കടമാണെങ്കിലും നമ്മുടെ മറ്റേ വശത്താണെങ്കിൽ നമ്മുടെ കണ്ണൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം കണ്ണന് കിട്ടിയ ഏറ്റവും നല്ലൊരു പുതിയ ജീവിതമാണ് ഒരച്ഛനാവുക, ഒരമ്മയാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മഹാലക്ഷ്മി ഇത് കണ്ണനൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് വരുന്നത് മുന്നേ കുഞ്ഞിന് യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുകയാണ്. ആ കുഞ്ഞിന് ഈ ഒരു പേരിടണം എന്നൊക്കെ അവരിങ്ങനെ പേരൊക്കെ കണ്ടു വയ്ക്കുന്നുണ്ട്. ആ അമ്മ കാരണമാണ് നമുക്ക് ഈ കുഞ്ഞുണ്ടാവാൻ കാരണം എന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണനോട് സംസാരിക്കുന്നുണ്ട്. ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ കണ്ണേട്ട. ആ അമ്മയ്ക്ക് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മുടെ മഹി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മറുവശത്താണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും കണ്ണേട്ട അവൾ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി. അവൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും അവൾ ചെയ്യില്ലടോ, അവൾ അപ്പോഴത്തെ അതിൽ പറയുന്നത് താനതാലോചിച്ച് ഒന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ആ മഹാലക്ഷ്മിയുടെയും കണ്ണനെയും കുഞ്ഞിനെയും എന്തായാലും കൊല്ലണം. അവയത് കാരണമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ് കരുണേ, ഇങ്ങനെയൊന്നും പറയാതെ. കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും ഒരു പാവവും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഓ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മകള് ഒരു അമ്മയായതുകൊണ്ട് അത് മതിയല്ലോ അല്ലേ, ഞാനിപ്പോൾ അമ്മയായില്ലെങ്കിലും നിങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. കരുണയുടെ തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുണ ഉറപ്പിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലുമെന്നൊക്കെയാണ് നമ്മുടെ കരുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ. ഇങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊല്ലുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ കൂട്ടുകാരെ.